ഒരു ദൈവ പൈതലായിരിക്കുന്ന നിങ്ങൾ ഈ സന്ദേശം കേൾക്കേണ്ടതിന്റെ ആവശ്യകത വലുതാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുകയില്ല എന്ന്. ഈ ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ നിങ്ങളുടെ മേൽ ഏത് നിലയിലുള്ള ഒരു അധികാരം ചലിക്കണമെന്നും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഏത് നിലയിൽ ഈ അധികാരം ഉപയോഗിക്കണമെന്നും തീർച്ചയായിട്ടും കർത്താവിന്റെ ആത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കും. ഭൂതങ്ങളുടെ മേലുള്ള അധികാരം ഒരു ദൈവ പൈതലിനെ ആത്മമണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമാകുന്ന ഒരു സവിശേഷതയുള്ള ഒരു മനുഷ്യനാക്കി തീർക്കുന്നു. തീർച്ചയായിട്ടും ഈ അധികാരം നിങ്ങളുടെ അവസരങ്ങളെ, നന്മകളെ, ഐശ്വര്യത്തെ, ആത്മീയ ജീവിതത്തെ, തലമുറകളുടെ ഭാവിയെ, നിങ്ങൾ ഇന്ന് ഉപവസിക്കാൻ പോലും തിരഞ്ഞെടുത്തിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേലുള്ള വിടുതലിനെ പിടിച്ചുകൊണ്ടുവരുവാൻ, നന്മകളെ പിടിച്ചെടുക്കുവാൻ, നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തങ്ങളെ പിടിച്ചെടുക്കുവാൻ, നിങ്ങളുടെ മേൽ കിടക്കുന്ന നിയോഗങ്ങളുടെ കെട്ടുകളെ അഴിച്ചുവിടുവാൻ, നിങ്ങളിലൂടെ ചിലരെ പുറത്തു കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കാൻ പോകുന്ന ഒരു അധികാരമായിരിക്കും ഭൂതങ്ങളുടെ മേലുള്ള അധികാരം. ഇന്ന് വരെ നിങ്ങൾ അതിനെ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ, പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ, ഈ സന്ദേശം നിങ്ങളെ ആ ഒരു അധികാരത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ പോകുകയാണ്. ഇത് വെറുതെ അല്ല, ഇത് ദൈവം ആഗ്രഹിച്ചിട്ട് നിങ്ങളോട് അറിയിക്കുന്ന ഒരു ദൈവിക അരുളപ്പാടാണ്. വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷകളിലേക്ക് പ്രവേശിച്ചാലും അങ്ങനെ ഒരു അധികാരം ദൈവം നിങ്ങളുടെ മേൽ പകരാൻ പോകുന്നു. ഭൂതങ്ങളുടെ മേൽ നിങ്ങൾക്കൊരു അധികാരം ഉണ്ടായിരിക്കുക എന്ന് ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകുകയില്ല. ദിവസവും പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ആഗ്രഹം എന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകണം എന്നായിരിക്കാം. ഞാൻ പ്രാർത്ഥിച്ചാൽ രോഗികൾ സൗഖ്യമാകണമെന്നും ഞാൻ പ്രാർത്ഥിച്ചാൽ ചില വിഷയങ്ങൾക്കൊക്കെ വിടുതൽ ലഭിക്കണമെന്നും ഒക്കെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ആഗ്രഹമായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഒരു ശുശ്രൂഷകനാണെങ്കിൽ, ഒരു പാസ്റ്റർ ആണെങ്കിൽ, നിങ്ങൾ ദൈവവേലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എനിക്ക് ഭൂതങ്ങളുടെ മേൽ അധികാരം വേണം, എനിക്ക് രോഗികളെ സൗഖ്യമാക്കാനുള്ള വരം വേണം, എനിക്ക് പ്രവചിക്കാനുള്ള വരം വേണം, ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു സാധാരണ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, ദീർഘസമയങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു അധികാരം എന്നിൽ ഉണ്ടാകണം എന്ന് എല്ലാവരും ആഗ്രഹിക്കാൻ സാധ്യതയില്ല. എന്നാൽ ഇന്ന് നിങ്ങളുടെ ചിന്തയിൽ, നിങ്ങളുടെ ആ ഒരു തോട്ട് പാറ്റേണിൽ ഒരു മാറ്റം വന്നേ മതിയാകുകയുള്ളൂ. അതെന്തുകൊണ്ടാണ് എന്ന് വ്യക്തമാക്കുന്ന ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു പ്രകാശമായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. ഇതൊരു വലിയ ഇൻസൈറ്റ് ആണ്, ഇതൊരു വലിയ ഐ ഓപ്പണിംഗ് ആയിരിക്കും. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സന്ദേശത്തിന് നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കണം. ശേഷം നിങ്ങൾ ഈ സന്ദേശം വാച്ച് ചെയ്തതിന് ശേഷം എത്ര പേർക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റുമോ അത്രയും പേരിലേക്ക് മാന്യ സുഹൃത്ത് ഈ സന്ദേശം ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. എന്തെന്നാൽ ഭൂതങ്ങളുടെ മേലുള്ള അധികാരം അതൊരു ദൈവദാസനോ ദൈവദാസിക്കോ കർത്തൃവേലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് എന്ന ഒരു സാധാരണ ചിന്ത ദൈവമക്കൾക്കിടയിലുണ്ട്. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് അത് മാറ്റണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്. മർക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ, പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. അവൻ തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 നിയമിച്ചു. അവൻ തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും. വളരെ ശ്രദ്ധേയമായ ഒരു വാക്കാണ്. യേശു അവരെ അടുക്കൽ വിളിച്ചു എന്നുള്ളതും അവൻ തന്നോട് കൂടെ ഇരിക്കേണ്ടതിനും പ്രസംഗിക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും ഒരധികാരം ഉണ്ടാകണം എന്ന് യേശു ആഗ്രഹിച്ചു എന്നുള്ളത്. ഈ സന്ദേശം നിങ്ങൾ വെറുതെ കേൾക്കുന്നതല്ല. നിങ്ങൾ ഈ സന്ദേശം കേൾക്കണമെങ്കിൽ ഈ വചനത്തിൽ പറയുന്നത് പോലെ ഒരു വിളി,
നിങ്ങളുടെ മേൽ ഉണ്ടാകണം. 2, അവൻ തന്നോടുകൂടെ ഇരിപ്പാനും. ദൈവവേലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ക്രിസ്തീയ ജീവിതത്തിൽ വളരെ ഏറെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ദൈവത്തോടുകൂടെ ഇരിക്കേണ്ടതിനും ദൈവം എന്നോടുകൂടെ ഇരിക്കേണ്ടതിനും ഒരു വരം ആവശ്യമാണ്. വചനം വ്യക്തമായി പറയുന്നു, അവൻ തന്നോട് കൂടെ ഇരിപ്പാനും. യേശു എന്റെ കൂടെ ഇരിക്കുന്നതിനും ഞാൻ യേശുവിന്റെ കൂടെ ഇരിക്കുന്നതിനും ഒരു വരം ആവശ്യമാണ്. അതൊരു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചതുപോലെ അതൊരു ഡിവൈൻ ഓതറൈസേഷൻ ആണ്. അതൊരു ലീഗൽ ഓതറൈസേഷൻ ആണ്. അവൻ എന്നോടുകൂടെ ഇരിക്കുക, ഞാൻ അവനോടുകൂടെ ഇരിക്കുക. തിരുവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. ഒരു 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 പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്റെ ഉയർച്ചയും വളർച്ചയും സക്സസും ഡെലിവറൻസും ഗ്രോത്തും എല്ലാം തന്നെ ദൈവം എന്നോടുകൂടെ പറ്റിച്ചേർന്നിരിക്കുമ്പോഴും ഞാൻ ദൈവത്തോടുകൂടെ പറ്റിച്ചേർന്നിരിക്കുമ്പോഴും മാത്രം നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഞാൻ ഇതിനകത്ത് ഈ വേർഡ് ഞാൻ കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ആശയം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരികയാണ്. എന്തുകൊണ്ടാണ് ഈ നാളുകളിൽ നിങ്ങളെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് ഏറെ തള്ളി പുറത്തോട്ട് കൊണ്ടുപോകുന്നതെന്നും നിങ്ങളെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് ഏറെ തള്ളി പുറകിലോട്ട് കൊണ്ടുപോകുന്നതെന്നും നിങ്ങളെ വാഗ്ദത്വത്തോട് അടുക്കാറാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര വലിയ അറ്റാക്കുകൾ വരുന്നതിന്റെ കാരണമെന്നുമുള്ളത് ഇത് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ പല 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 തടസ്സങ്ങളുടെയും പിന്നിൽ നിങ്ങൾ മനുഷ്യരാണ് എന്ന് എണ്ണുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിലെ പല ഉയർച്ചകൾക്കും തടസ്സം മനുഷ്യരാണ് എന്ന് കരുതുമ്പോൾ, നിങ്ങൾ അതിനെതിരെ അതിശക്തമായി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ തിരിച്ചറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നു എങ്കിലും നിങ്ങളുടെ ഉള്ളിൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യിച്ച് നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ 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 ഫോക്കസും ഒക്കെ എന്റെ വളർച്ചയ്ക്ക് തടസ്സം ഈ വ്യക്തിയല്ലേ, എന്റെ ഉയർച്ചയ്ക്ക് തടസ്സം ഈ കുടുംബമല്ലേ എന്ന് കൊണ്ടുപോകുന്നത് നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ദുരാത്മാക്കളുടെ ഭയങ്കര വലിയ ഒരു ട്രിക്കാണ്. യേശു ഗലീലയിൽ ചെന്നപ്പോ യേശുവിന് നിൽക്കാൻ പറ്റാത്ത പോലെ പുരുഷാരം വന്ന് തിക്കിയും തിരക്കിയും യേശുവിനെ തൊട്ടും യേശുവിനോട് എനിക്ക് വേണ്ടി എന്നെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞുമൊക്കെ കർത്താവിനെ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത നിലയിൽ ജനക്കൂട്ടം കൊണ്ട് നിറഞ്ഞു എന്ന് ദൈവത്തിന്റെ വചനം മർക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയും. ഇത് കാണുന്ന കർത്താവിന് മനസ്സിലായി, ജനത്തിന്റെ ഏറ്റവും വലിയ തകർച്ചയ്ക്കും രോഗത്തിനും പ്രതിസന്ധിക്കും ദാരിദ്ര്യത്തിനും വീഴ്ചയ്ക്കും എല്ലാം കാരണം ഭൂതങ്ങളാണ്. ഇന്നത്തെ ഈ സന്ദേശം ഭൂതങ്ങളെ ഉയർത്താനല്ല, ഭൂതങ്ങളുടെ മേൽ ഒരു അധികാരം ഉണ്ടാകാൻ. ഹല്ലേലൂയ. ഞാൻ യേശുവിനെ ഉയർത്താൻ വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. പക്ഷേ കർത്താവ് പോലും തിരിച്ചറിയുന്നു, യേശുവിനെ ഉയർത്തുവാൻ വിളിക്കപ്പെട്ടവന്റെ മേൽ ഭൂതങ്ങളുടെ ഒരു അധികാരം വേണം. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഇല്ലെങ്കിൽ ഉയർത്താൻ വിളിക്കപ്പെട്ടവനെ കൂടെ അടിച്ചു താഴെയിടും. പ്രസംഗിക്കാനുള്ള വരം മാത്രം കൊടുത്താൽ പോരായിരുന്നു കർത്താവിന്. രോഗികളെ സൗഖ്യമാക്കാനുള്ള വരം കൊടുത്താൽ പോരായിരുന്നു കർത്താവിന്. നീ എന്റെ കൂടെ ഞാൻ നിന്റെ കൂടെ ഇരിക്കാനുള്ള ഒരു വരം ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ പോരായിരുന്നു കർത്താവിന്. അവർ ഭൂതങ്ങളുടെ മേൽ അധികാരം ഉണ്ടാകണം എന്ന് യേശു ആഗ്രഹിച്ചു എന്നുണ്ടെങ്കിൽ, എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ചില വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഇരുട്ടിന്റെ ശക്തികളോട്, അന്ധകാരത്തിന്റെ പ്രഭുത്വ ശക്തികളോട്, സ്വർലോകങ്ങളിൽ വാഴുന്ന ദുഷ്ടാത്മ സേനയോട് ഏതൊരു ദൈവ പൈതലിനും പോരാട്ടമുണ്ട്. അവിടെ തന്നെയാണ് ഒരു അധികാരം ഞാനും നിങ്ങൾ ഉപയോഗിക്കേണ്ടതെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ, എന്റെ ശ്രദ്ധ, എന്റെ വളർച്ചയെയും ഉയർച്ചയെയും ഇഷ്ടപ്പെടാത്ത ഈ മനുഷ്യനല്ലേ എന്ന് നമ്മുടെ ശ്രദ്ധയെ ആ നിലയിലേക്ക് ചിതറിച്ചു കൊണ്ടുപോകുന്നത് പോലും ഒരു ദുഷ്ടാത്മാവിന്റെ ഇൻഫ്ലുവൻസ് ആണ്. അതുകൊണ്ടത്രേ ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളെ ദൈവാത്മാവ് കേൾപ്പിക്കുന്നത്, നിങ്ങളുടെ മേൽ ഒരു അധികാരം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
ലൂക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്ന ഒരു വാക്യം ഇങ്ങനെ, ശ്രദ്ധിക്കണം നിങ്ങൾ. ആ വാക്യം എന്താന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു വിടുന്ന ഒരു വാക്യമാണ്. പക്ഷെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും, എല്ലാ ബലത്തെയും തകർക്കാനുള്ള അധികാരം നിങ്ങൾക്കുണ്ടോ? എല്ലാ പ്രശ്നങ്ങളെയും സോൾവ് ചെയ്യാനുള്ള ഒരു അതോറിറ്റി നിങ്ങളുടെ മേലുണ്ടോ? ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോഴായിരിക്കും നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നത്, ശരിയാണല്ലോ, ഞാൻ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ രോഗി സൗഖ്യമാവും, പക്ഷെ ഭൂതങ്ങൾ പുറത്തു പോകുമോ? അപ്പോൾ എന്റെ അടുത്ത ചോദ്യം ഇങ്ങനെ ആയിരിക്കും: നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും രോഗമാണോ, അതോ ചില രോഗത്തിന്റെ പിന്നിൽ ഭൂതങ്ങളാണോ? അപ്പൊ വീണ്ടും നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും, അത് ശരിയാണല്ലോ, അപ്പൊ എനിക്ക് രോഗിയെ സൗഖ്യമാക്കുന്ന ഒരു വരം മാത്രം മതിയോ? ദൈവമക്കളെ, നമ്മൾ വളരെ ഗഹനമായി പഠിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തീയ ജീവിതം, ആത്മീയ ലോകത്തെ നാം വളരെ ഗഹനമായി പഠിക്കേണ്ടിയിരിക്കുന്നു, വളരെ ബുദ്ധിയോടുകൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം സാത്താൻ വളരെ കൗശലത്തോടുകൂടെയാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. വളരെ കൗശല ബുദ്ധിക്കാരനാണ് സാത്താൻ. അതുകൊണ്ട് ഒരു ആത്മീയ ഒരു ആത്മീയ വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ, യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും സർവസ്വവുമായി സ്വീകരിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങൾ ജ്ഞാനമുള്ള ഒരു വ്യക്തിത്വമായിരിക്കണം. ജ്ഞാനമുള്ള ഒരു വ്യക്തിത്വമായിരിക്കണം. നിങ്ങൾക്കറിയാൻ കഴിയണം എന്താണ് ഈ സ്ട്രഗിൾസിന്റെ പിന്നിൽ എന്നറിയാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾക്ക് അതിന് സാധിക്കണം. അതിന് നിങ്ങളിൽ ഒരു അധികാരം ഉണ്ടാകണം. ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എന്ന് പറയുമ്പോൾ നാം ഇതിനെ സ്പിരിച്വൽ റിലത്തിലേക്ക്, ഈ വേർഡിനെ നമ്മൾ അപ്ലൈ ചെയ്യണം. സ്പിരിച്വൽ റിലത്തിൽ, ആത്മീയ മണ്ഡലത്തിൽ ശക്തിയേക്കാൾ വലുത് അതോറിറ്റിയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ശക്തിയേക്കാൾ വലുത് അതോറിറ്റിയാണ്. വചനം പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, ഭൂതങ്ങൾക്ക് ശക്തിയുണ്ട്, ഇരുട്ടിന്റെ ശക്തികൾ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഭൂതങ്ങൾക്ക് ശക്തിയുണ്ട്, പക്ഷേ അധികാരമില്ല. അവൻ ഒരു ട്രെസ്പാസറാണ് എന്ന് പറഞ്ഞാൽ അവൻ അനധികൃതമായി കടന്നു കയറുന്ന ഒരു സ്വഭാവമുള്ളവനാണ് സാത്താൻ, അല്ലെങ്കിൽ ദുരാത്മാക്കൾ, ദുർഭൂതങ്ങൾ. എന്നാൽ നമ്മുടെ ദൈവത്തിന് അങ്ങനെയല്ല. ദൈവത്തിന് അധികാരമുണ്ട്, ശക്തിയുണ്ട്. സാത്താനെ സംബന്ധിച്ച് അവൻ സ്വർഗത്തിൽ നിന്ന് വീണുപോയ ദൂതനാണ്. അവന്റെ സകല അതോറിറ്റിയും നഷ്ടമായി, അവന്റെ അധികാരം നഷ്ടമായി. അവൻ വെട്ടേറ്റ് വീണ ദുർഭൂതമാണ്, വെട്ടേറ്റ് വീണ ഒരു മാലാഖയാണ്, ഒരു ദൂതനാണ്, വെട്ടേറ്റ് വീണ ദൂതനാണ്. അവന്റെ കൂടെ കുറെ അനുയായികളും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പക്ഷെ അവർക്ക് ശക്തിയുണ്ട്. അവരുടെ തന്ത്രങ്ങൾ കൊണ്ട് അവർ ചില ശക്തികളൊക്കെ പല സ്ഥലങ്ങളിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ അവരൊരു ട്രെസ്പാസർ ആണെന്ന് മനസ്സിലാക്കുക. ഞാനൊരു കാര്യം നിങ്ങളോട് പറയും, നിങ്ങളുടെ വീട്ടിലും ഒരു ട്രെസ്പാസറായി അനധികൃതമായി കടന്നു കയറുന്നവനാണ് സാത്താൻ. എന്നാൽ ഒരു ദൈവ പൈതൽ കെട്ടി അടച്ച ഒരു തോട്ടമായി അവന്റെ വീടിനെ കൊണ്ടു നടക്കണമെങ്കിൽ അവന്റെ പ്രാർത്ഥനയിൽ വെളിപ്പെടേണ്ട ഒന്ന് ശക്തി മാത്രമല്ല, അധികാരം കൂടെയാണ്. എന്റെ കോമ്പൗണ്ടിൽ ഞാൻ അനുവദിക്കാത്ത ഒന്നും കടക്കുവാൻ പാടുള്ളതല്ല എന്ന ഒരു വാക്കിന് ഭയങ്കര അധികാരമാണ്. ആ വാക്ക് നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത് കേവലം നിങ്ങളുടെ ഒരു ശബ്ദത്തിലൂടെയോ ശബ്ദത്തിന്റെയോ ശരീരത്തിന്റെയോ ശക്തിയിലൂടെയോ അല്ല, പകരം ഒരു അധികാരത്തോടു കൂടെയാണ് പുറത്തു പോകുന്നതെങ്കിൽ നിശ്ചയമായിട്ടും അത് കെട്ടി അടക്കപ്പെട്ട ഒരു തോട്ടമായിരിക്കും. അപ്പോൾ മനസ്സിലാക്കുക, ഭൂതങ്ങൾക്ക് ശക്തിയുണ്ട്, പക്ഷേ ഒരു വിശ്വാസിക്ക് യേശുക്രിസ്തുവിൽ നൽകപ്പെട്ട അധികാരമുണ്ട്. ഒന്ന് ടൈപ്പ് ചെയ്ത്, ഞാൻ യേശുക്രിസ്തുവിനാൽ നൽകപ്പെട്ട അധികാരമുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ പ്രഖ്യാപിക്കുക. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ടൈപ്പ് ചെയ്താട്ടെ, ഞാൻ യേശുക്രിസ്തുവിനാൽ, എനിക്ക് യേശുക്രിസ്തുവിൽ നൽകപ്പെട്ട അധികാരമുണ്ട്, എനിക്ക് യേശുക്രിസ്തുവിനാൽ നൽകപ്പെട്ട അധികാരമുണ്ട്. അതുകൊണ്ടാണ് മത്തായി എഴുതിയ സുവിശേഷം 28-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇത് യേശു പറഞ്ഞതാണ്. ഈ അധികാരമാണ് ശിഷ്യന്മാർക്ക് ഉണ്ടാകണമെന്ന്
ഈ അധികാരമാണ് കർത്താവിൽ വിശ്വസിക്കുന്ന അങ്ങേക്കുണ്ടാകണമെന്ന്, താങ്കൾക്കുണ്ടാകണമെന്ന്, പ്രിയപ്പെട്ട സഹോദരൻ ഉണ്ടാകണമെന്ന്, കർത്തൃദാസിദാസൻ ഉണ്ടാകണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ അരികെ വിളിച്ചത്. ഇന്ന് ഈ സന്ദേശം കാണുവാൻ നിങ്ങളെ ദൈവമാണ് വിളിച്ചത്. ഇന്ന് ഈ ആലോചന നിങ്ങൾക്ക് കൈമാറുന്നത് ദൈവമാണ്. കാരണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ചില ഭൂതങ്ങൾ പുറത്തു പോകാനുണ്ട്. നിങ്ങളുടെ വായിലൂടെ ഒരു അധികാരത്തിന്റെ കൽപ്പന പുറപ്പെടാനുണ്ട്. നിങ്ങളുടെ തലമുറകളുടെ ഭാവിയുടെ പിന്നിൽ നിൽക്കുന്ന തടസ്സത്തിന്റെ കാരണം ഭൂതങ്ങളാണെങ്കിൽ നിങ്ങൾ ശാസിക്കേണ്ടത് ഭൂതങ്ങളെയാണ്. അങ്ങനെ ഒരു അധികാരം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം. ഭൂതങ്ങളുടെ മേലൊരു അധികാരം, നിങ്ങളുടെ നന്മകളെ തടയുന്ന ഇരുട്ടിന്റെ ശക്തികളോടൊരു അധികാരം, നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വ്യാപിക്കുന്ന തിന്മയുടെ വ്യാപാര ശക്തികളോടൊരു അധികാരം, നിങ്ങളുടെ ബ്ലെസ്സിങ്സ് വൈകിപ്പിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളുടെ മേലൊരു അധികാരം, ദുർഭൂതങ്ങളുടെ മേലൊരു അധികാരം, നിങ്ങളെ എപ്പോഴും രോഗിയാക്കുന്ന തിന്മയുടെ മേലൊരു അധികാരം, നിങ്ങൾ അനാവശ്യമായി നിങ്ങളുടെ സമ്പാദ്യത്തെ നഷ്ടമാക്കി കളയുന്ന, നിങ്ങളുടെ സാമ്പത്തികത്തെ ചോർത്തിക്കളയുന്ന ആ ദുഷ്ടാത്മ വ്യാപാരത്തിന്റെ മേലൊരു അധികാരം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് വിശ്വസിക്കുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ചെയ്ത വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്താട്ടെ, യേശുവിന്റെ നാമത്തിൽ എന്നിൽ അങ്ങനെ ഒരു അധികാരം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരത്തിന്റെ പ്രതിനിധികളാണ് വിശ്വാസികൾ. യേശുക്രിസ്തുവിന്റെ അധികാരത്തിന്റെ പ്രതിനിധികളാണ് താങ്കൾ. ഒരു പ്രതിനിധിയാണ് താങ്കൾ. ഹല്ലേലൂയ. ഒന്ന് ടൈപ്പ് ചെയ്താട്ടെ, ഞാൻ യേശുക്രിസ്തുവിന്റെ അധികാരത്തിന്റെ പ്രതിനിധി. ദൈവം അത് നിങ്ങളിലൂടെയാണ് അത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ഭൂതങ്ങളുടെ മേലുള്ള അധികാരം? ഒരു വ്യക്തിയുടെ മേൽ ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രയറിൽ ഭൂതങ്ങളുടെ മേലൊരു അധികാരമുണ്ടെങ്കിൽ, ഇരുട്ടിന്റെ ശക്തികൾക്ക് അതിർത്തികൾ നിർണയിക്കാൻ നിങ്ങളുടെ വായിലെ വാക്കുകൾ കഴിയും. കാരണം അധികാരമുള്ളവനെ സാത്താനും സാത്താനിയ ലോകവും തിരിച്ചറിയും. അയ്യോ എന്റെ ദൈവമക്കളെ, നിങ്ങൾക്ക് പോരാട്ടം വരുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മാത്രമാണെന്ന് കരുതരുത്. നിങ്ങളിൽ പലർക്കും ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ടെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുകയില്ല. നിങ്ങളിൽ പലർക്കും അങ്ങനെ അധികാരമുണ്ടാകും, പക്ഷെ നിങ്ങൾ അത് ഒരുപക്ഷെ തിരിച്ചറിഞ്ഞിട്ടില്ല. നിങ്ങൾ ഇങ്ങനെയായിരിക്കും കരുതുന്നത്, ഇതൊക്കെ പാസ്റ്റേഴ്സിന് ദൈവം കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ചർച്ച ഉള്ളവർക്ക് ദൈവം കൊടുക്കുന്നതായിരിക്കും. അങ്ങനെയല്ല. എനിക്ക് ഒരുപാട് ആൾക്കാരെ അറിയാം, ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ള പ്രാർത്ഥിക്കുന്ന അമ്മമാർ, പ്രാർത്ഥിക്കുന്ന സഹോദരിമാർ, പ്രാർത്ഥിക്കുന്ന യൗവനക്കാർ, പ്രാർത്ഥിക്കുന്ന അങ്കിളുമാർ, ഒരുപാട് പേരുണ്ട്. ദൈവം അതൊക്കെ കൃപയാ. ഇതൊക്കെ ദൈവത്തിന്റെ കൃപയാണ്. ഇതൊക്കെ ഇപ്പൊ ഞാൻ പോയി കടയിൽ നിന്ന് മേടിച്ചോട്ട് വരാന്ന് പറയുന്ന പോലെ നമുക്ക് കിട്ടുന്നതല്ല. ഇത് കർത്താവ് അവിടെ നമ്മൾ വായിച്ച മർക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, തനിക്ക് ബോധിച്ചവരെ അവൻ വിളിച്ചു. തനിക്ക് ബോധിച്ചവരെ. എനിക്ക് എന്റെ ആഗ്രഹം എന്താണെന്നറിയാവോ? നിങ്ങൾ ദൈവം ബോധിച്ച ഒരു വ്യക്തിയാണ്. ഒന്ന് ടൈപ്പ് ചെയ്ത്, ഞാൻ ദൈവം ബോധിച്ച ഒരു വ്യക്തിയാണ്. ദൈവത്തിന് ബോധിച്ച ഒരു വ്യക്തിയാണ്. എപ്പോഴും നന്ദിയോടെ പറയാൻ പറ്റും, വളരെ നന്ദിയോടെയും താഴ്മയോടെയും എനിക്ക് പറയാൻ പറ്റും, ഞാൻ ദൈവത്തിന് ബോധിച്ച ഒരു വ്യക്തിയാണ്. എന്നെ അങ്ങനെ ആർക്കും ബോധിക്കാത്തൊരു വ്യക്തിയായിരുന്നു പണ്ട്. ആർക്കും ബോധിക്കാത്തൊരു വ്യക്തിയാണ്. പക്ഷെ ആർക്കും ബോധിക്കാത്തവനെ ബോധിക്കാൻ ദൈവത്തിന് പറയാൻ ദൈവത്തിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് പറയാൻ നിങ്ങൾ തന്നെ ചോദിക്കുക, എന്നെയൊക്കെ തിരഞ്ഞെടുക്കാൻ ഞാനൊക്കെ എന്തുവാന്ന് ചോദിക്കാം. പക്ഷെ ദൈവത്തിന് താങ്കളെ കുറിച്ച് പറയാൻ ദൈവത്തിൻ്റെതായ കാരണങ്ങളുണ്ട്. നിങ്ങളെ ദൈവം സ്നേഹിക്കാൻ ദൈവത്തിൻ്റെതായിട്ടുള്ള കാരണമുണ്ട്. ഹല്ലേലൂയ. ഇരുട്ടിന്റെ ശക്തികൾക്ക് അതിർത്തി നിർണയിക്കാനുള്ള അധികാരം ദൈവം ഒരു ദൈവ പൈതലിന്റെ മേലാണ് നൽകുന്നത്. ഭൂതങ്ങളുടെ മേൽ നിങ്ങൾക്കൊരു അധികാരമുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൽപ്പിക്കാൻ പറ്റും. ദുഷ്ടാത്മാക്കളെ ഒരു വ്യക്തിയുടെ മേൽ, അത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ആരുമായിരിക്കാം, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കാം, കൊച്ചുമക്കളായിരിക്കാം, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, ആരുമാകട്ടെ, അവരുടെ മേൽ എന്തെങ്കിലും ഒരു ദുരാത്മാധികാരം ഉണ്ടെങ്കിൽ, അവകാശമായിട്ടുണ്ടെങ്കിൽ, അവകാശത്തെ നിങ്ങൾ കൽപ്പിക്കുമ്പോൾ ആ ദുഷ്ടാത്മാവ് മാറി നിൽക്കും. ഭൂതങ്ങളുടെ മേലൊരു അധികാരമുണ്ടെങ്കിൽ, ഇരുട്ടിന്റെ ശക്തികൾ നിയന്ത്രിക്കുന്ന ഏതൊന്നിന്റെ മേലും കടകപ്പുറത്ത്
എന്ന് പറയുവാൻ നമുക്ക് സാധിക്കും. ഇപ്പൊ ദൈവ പൈതലിന് നേരെ അറ്റാക്ക് വരുന്നത് എപ്പോഴും നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, അത് ആത്മീയ ആക്രമണമാണ്. അതൊരു സ്പിരിച്വൽ വാർഫെയർ ആണ്, അതൊരു ആത്മീയ യുദ്ധമാണ് പറയാൻ പറ്റും. കാരണം അവനെപ്പോഴും കണക്ട് ചെയ്യുന്നത് ആത്മമണ്ഡലത്തോടാണ്. അവന്റെ വാക്കുകൾ എപ്പോഴും പുറത്തു പോകുന്നത് ഒരു 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 തോക്കിൽ നിന്ന് ബുള്ളറ്റ് പുറത്തു പോകുന്ന പോലെയാണ്. കാരണം അത്രയും വേഗതയായിരിക്കും, അത്രയും ഷാർപ്പായിരിക്കും, അത് അത്രയും ദുരാത്മ ശക്തികൾക്ക് പെയിൻ ആയിരിക്കും. അത് അവന്റെ ലെയറുകൾ കട്ട് ചെയ്തായിരിക്കും മുകളിലേക്ക് പോകുന്നത്. കാരണം പ്രേയർ എന്ന് പറയുന്ന ഒരു അതോറിറ്റിയിലാണ് നടക്കുന്നത്. പ്രേയർ എന്ന് പറയുന്നത് വെറുതെ ജൽപ്പനങ്ങളല്ല. ജൽപ്പനങ്ങൾ ദൈവം കേൾക്കുന്നില്ല, അറിയുന്നില്ല. ജൽപ്പനങ്ങളല്ല, അതൊരു ആത്മീയന്റെ ആത്മാവിൽ നിന്ന് പുറത്തു പോകുന്ന ബുള്ളറ്റുകളാണ്. അപ്പോൾ ആ ബുള്ളറ്റിന് അതിൻ്റെതായിട്ടുള്ള വെയിറ്റും അതിൻ്റെതായിട്ടുള്ള വേഗതയും അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യവും ഉണ്ടാകും. അത് സാധാരണ ലെയറുകൾ കട്ട് ചെയ്ത് അത് മുകളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ആ ലോകത്ത് നിന്ന് തിരിച്ചൊരാക്രമണം ഉണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത്, പ്രാർത്ഥിക്കുന്നവന്റെ നേരെ പോരാട്ടങ്ങൾ സ്വാഭാവികമാണ്, പക്ഷെ അവൻ അത് പിടിച്ചു നിൽക്കാൻ തക്കവണ്ണം സ്വർഗീയ സുരക്ഷിതത്വം ദൈവം അവന് നൽകിയിട്ടുണ്ട്. അവനും അവന്റെ കൂട്ടാളികൾക്കും ദൈവം നൽകിയിട്ടുണ്ട്. സ്പിരിച്വൽ കവറിംഗ് ദൈവം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആത്മീയ ആക്രമണങ്ങളെ ചെറുക്കാനും നിർത്താനുമുള്ള അധികാരമുള്ളത് ഒരു പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിനാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ ആക്രമിക്കപ്പെടുന്നത് 3 വാതിലുകളിലൂടെ, 3 വഴികളിലൂടെയാണ് ഒരു ആത്മീയ മനുഷ്യൻ ആക്രമിക്കപ്പെടുന്നത്. നിങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക. വേണമെങ്കിൽ താഴെ ഒന്ന് നോട്ട് ചെയ്തു. 3 വഴികളിലൂടെ. 1 ഭയം, 2 പാപം, 3 അജ്ഞത. ഈ 3 വഴികളിലൂടെയാണ് ഒരു മനുഷ്യനെ സാത്താൻ ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ പൈശാചിക ശക്തികൾ ഒരു വ്യക്തി ആക്രമിക്കുന്നത്. നിങ്ങൾക്ക് ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ടെങ്കിലും, നിങ്ങൾക്ക് രോഗികളെ സൗഖ്യമാക്കാനുള്ള അധികാരമുണ്ടെങ്കിലും, നിങ്ങളൊരു ദൈവകൃപയിൽ ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും സാത്താൻ നിങ്ങളെ ആക്രമിക്കുന്നത് ഒന്നുകിൽ 3 വഴികളിലൂടെ, അല്ലെങ്കിൽ 3-ലേതെങ്കിലും ഒരു വഴികളിലൂടെ. അത് ഇതാണ്. 1 ഭയം, എനിക്കിത് ചെയ്യാൻ കഴിയും, എനിക്ക് അങ്ങനെയാകാൻ കഴിയും, അയ്യോ എനിക്ക് എന്താ ഇങ്ങനെ, പല രീതിയിലുള്ള ഭയം, ഫിയർ. ആദ്യത്തെ ഓപ്പൺ ഡോറാണ്. 2 പാപം. അത് നിങ്ങൾ ഇനി എത്ര അധികാരമുള്ള വ്യക്തിയാണെങ്കിലും, നിങ്ങൾ ഈ എത്ര വലിയ ഭൂതങ്ങളെ ഇതിനു മുന്നേ പുറത്താക്കിയിട്ടുള്ള വ്യക്തിയാണെങ്കിലും, എത്ര അത്ഭുതങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ നടന്നിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും, നിങ്ങൾ പാപത്തിന് കമ്മിറ്റഡ് ആണെങ്കിൽ, നിങ്ങൾ സിന്നുമായി കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ, കോംപ്രമൈസ് ചെയ്യുകയാണ്, നിങ്ങളുടെ അധികാരം വീക്കാക്കും, നിങ്ങളുടെ അതോറിറ്റി വീക്കാക്കും. ഒറ്റയടിക്കല്ല, ക്രമേണ അത് വീക്കായിക്കൊണ്ടിരിക്കും. പിന്നെ കാര്യങ്ങൾ ഏക്കാതെ വരും. പിന്നെ മെഡിസിൻ കഴിച്ചാൽ ഏക്കാണ്ട് വരും എന്ന് പറയുന്ന പോലെ ഏക്കാണ്ട് വരും. 3-ാമത്തെ കാര്യം അജ്ഞത, അറിവില്ലായ്മ. ആത്മമണ്ഡലത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ, ദൈവവചനത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ, ഇതൊക്കെ. അതുകൊണ്ടാണ് ഹോശേയുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എന്റെ ജനങ്ങൾ അറിവില്ലായ്മ കൊണ്ട് നശിക്കുന്നു. അപ്പൊ അറിവ് എന്ന് പറയുന്നത് അത് കേവലം ഇന്ന് പെട്രോളിന്റെ വില എത്രയാണ്, 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഏത് അവസ്ഥയിലാകും തുടങ്ങിയ ആ അറിവുകളെ കുറിച്ചല്ല ഈ പറയുന്നത്. ഈ അറിവ് എന്ന് പറയുന്ന ആത്മലോകത്തിൽ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുകൾ ഒരു മനുഷ്യന്റെ സ്പിരിറ്റിൽ ഉടനെ അപ്ഡേറ്റ് ആയിരിക്കണം. അതാണ് അറിവ് എന്ന് പറയുന്നത്. ദൈവിക കാര്യങ്ങളെ കുറിച്ചുള്ള അറിവിനെയാണ് അത് പറയുന്നത്. ഒരു വിശ്വാസിക്ക് എന്തിനാണ് ഈ അധികാരം ആവശ്യം, അല്ലെങ്കിൽ ഭൂതങ്ങളുടെ മേലുള്ള അധികാരം എന്തിനാണ് ഒരു വിശ്വാസിക്ക് ആവശ്യം? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:12. അത് നമ്മുടെ പോരാട്ടം മാംസരക്തങ്ങളോട് അല്ലാത്തത് കൊണ്ട്. മാംസരക്തങ്ങളെ പോലും എനിക്കും നിങ്ങൾക്കും എതിരായി തിരിക്കുന്നത് ഒരു പൈശാചിക ലോകമാണ് എന്നുള്ളത് കൊണ്ടും, ആ ലോകത്തിലേക്ക് കടന്നു പോകുവാൻ എനിക്ക് എന്റെ ഈ ശരീരം മാത്രം പോരാ, അല്ലെങ്കിൽ എന്റെ ശരീരം കൊണ്ട് പോകാൻ സാധിക്കത്തില്ല. പകരം എനിക്ക് അതിന് വേണ്ടുന്ന, എനിക്ക് വഹിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന മറ്റൊന്ന് ആവശ്യമാണ്. അതാണ് ദൈവിക അധികാരം. എന്റെ വാക്കുകളെ വഹിച്ചു കൊണ്ടുപോകാൻ ഒരു അധികാരം ആവശ്യമാണ്. എന്റെ ഉദ്ദേശങ്ങളെ വഹിച്ചു കൊണ്ടുപോകാൻ, ഇപ്പൊ ഒരു യുദ്ധത്തിന് പോകാൻ സൈനികന് യുദ്ധവിമാനം ആവശ്യമാണ് എന്നതുപോലെയാണ്. ഒരു യുദ്ധത്തിന് ഞാൻ പോകുമ്പോൾ അധികാരമില്ലാത്തവനാണ് പോകുന്നതെങ്കിൽ, ആയുധമില്ലാത്ത സൈനികനെ പോലെയും ഇത് വഹിച്ചുകൊണ്ട് പോകാൻ എനിക്കൊരു അധികാരമില്ല എന്നുണ്ടെങ്കിൽ, വിമാനമില്ലാത്ത ഒരു പട്ടാളക്കാരനെ പോലെ ഇരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ടു ബി ജീസസ്. അപ്പോൾ എനിക്ക് അധികാരമാണ് എന്റെ ശബ്ദത്തെയും എന്റെ ഉദ്ദേശങ്ങളെയും
വഹിച്ചുകൊണ്ട് ആ ദുരാത്മ ലോകത്തേക്ക് ചെന്ന് എനിക്ക് ആവശ്യമാകുന്ന ഒരു വിടുതൽ പിടിച്ചെടുക്കുന്നത്. കാരണം ദൈവമക്കളെ, നമുക്ക് ഈ ഭൂതങ്ങളുടെ മേലൊരു അധികാരം വേണമെന്ന് പറയാൻ കാരണം പല കുടുംബ കലഹങ്ങളുടെ കാരണവും, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സാമ്പത്തിക തകർച്ചയുടെ കാരണവും, അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ കാരണവും, ആത്മീയ ജീവിതത്തിൽ മങ്ങലും താല്പര്യക്കുറവും ഒക്കെ വരുന്നതിന്റെ കാരണവും, മാനസിക പീഡനത്തിന്റെ കാരണവും, ആത്മീയ തടസ്സങ്ങളുടെ കാരണവും എല്ലാം ഭൂതങ്ങളുടെ പ്രവൃത്തികളാണ്. ഭൂതങ്ങളുടെ പ്രവൃത്തികളാണ്. യേശുവിന്റെ ശുശ്രൂഷയിലെ പ്രധാന ഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തി 10:38 കാണുന്നത്. കാരണം എന്നാണ്? കർത്താവ് ചെയ്ത യേശുവിന്റെ മിനിസ്ട്രിയിലെ 3 പ്രധാന കാര്യങ്ങൾ ഇത് തന്നെയായിരുന്നു. എന്തെന്നറിയാമോ? 1 ടീച്ചിങ്, 2 ഡെലിവറൻസ്, 3 ഹീലിംഗ്. ഇത് 3 കർത്താവ് ചെയ്തത് ആദ്യം അവർക്ക് ടീച്ചിങ്, അറിവ് കൊടുത്തു. രണ്ടാമത് ഹീലിംഗ്, അവരെ സുഖപ്പെടുത്തി, അകത്തും പുറത്തുമുള്ള രോഗങ്ങൾ സുഖപ്പെടുത്തി ആ ടീച്ചിങ്ങിലൂടെ. 3 ഡെലിവറി. എന്താ ഡെലിവറി ചെയ്ത്? ഭൂതങ്ങളെ പുറത്താക്കി. ഹീലിംഗിന്റെ പുറകിലാണെങ്കിലും ഡെലിവറൻസിന്റെ പുറകിലാണെങ്കിലും എല്ലാം പ്രവർത്തിക്കുന്ന ഒരു തിന്മയുടെ ശക്തിയുണ്ട്. ഡെലിവറൻസ് ലഭിക്കേണ്ടത് ആ തിന്മയുടെ ശക്തികളിൽ നിന്നാണ്. ഹീലിംഗ് വേണ്ടത് ഒരു രോഗത്തിന്റെ പുറകിൽ നിൽക്കുന്ന ഒരു ദുരാത്മാവിൽ നിന്നാണ് ഡെലിവറൻസ് വേണ്ടത്. അപ്പൊ ഇതൊക്കെ കർത്താവ് അവരെ ബോധ്യപ്പെടുത്തിയിട്ടാണ്, പഠിപ്പിച്ചിട്ടാണ്, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ കുറിച്ച് പഠിപ്പിച്ചിട്ടാണ് അവർക്ക് കർത്താവ് സൗഖ്യം കൊടുത്തത്. ഭൂതങ്ങളുടെ മേലുള്ള അധികാരമുള്ളവന്റെ ജീവിതത്തിൽ നിശ്ചയമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകും. ഇതൊരു പറഞ്ഞാൽ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ളവന്റെ ജീവിതത്തിൽ നിശ്ചയമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകും. എന്തുവാണത്? തിമോത്തിയോസിന്റെ 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഭയത്തിൽ നിന്ന് അവന് വിടുതലുണ്ടാകും. നിങ്ങളൊരു ഭയത്തിനകത്ത് തളയ്ക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ ഭയപ്പെടുത്താനല്ല, നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു ഡിമോണിക് സ്പിരിറ്റ് ഉണ്ട്. അതിന്റെ മേൽ നിങ്ങൾക്കൊരു അധികാരം എടുക്കാം. ആ ഭൂതങ്ങളുടെ മേലൊരു അധികാരമുണ്ടെങ്കിൽ എന്നെ എപ്പോഴും ഭയത്തിൽ കൊണ്ടുപോകുന്ന ദുരാത്മാവേ, എന്നെ വിട്ടുപോകും എന്ന് പറയാം. 2-ാമത്തെ കാര്യം, നിങ്ങൾക്ക് സ്പിരിച്വൽ ഡിസേൺമെന്റ് വർദ്ധിക്കും. നിങ്ങളുടെ മനുഷ്യരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആത്മാവിനെയും നിങ്ങളുടെ കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന സ്പിരിച്വൽ അറ്റാക്കിനെയും നിങ്ങൾക്കറിയാനായി സാധിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അത് പറയുന്നുണ്ട്. 3-ാമത്തെ കാര്യം, യിശയ്യാവിന്റെ പ്രവചന പുസ്തകം 54:17 പ്രകാരം നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കുടുംബത്തെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റും. കാരണം വചനം പറയുന്നു, നിനക്കെതിരായി ഉണ്ടാക്കിയ ഒരായുധവും ഫലിക്കത്തില്ല. കാര്യം എന്നാ? നിങ്ങളുടെ മേലൊരു അധികാരമുണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്. അധികാരമുള്ളതിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. അടുത്ത കാര്യം, നിങ്ങളുടെ പ്രാർത്ഥന ശക്തമാകും. ഒരു സാധാരണ പ്രാർത്ഥന പോലും ആത്മമണ്ഡലത്തിൽ വലിയൊരു യുദ്ധമായി മാറുന്നത് അതോറിറ്റി തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കപ്പെടാം. ഒരു സാധാരണ പ്രാർത്ഥന, ഒരു ബഹളങ്ങളും ഇല്ലാത്ത സാധാരണ പ്രാർത്ഥന പോലും ആത്മമണ്ഡലത്തിൽ യുദ്ധങ്ങളായി മാറുന്നത് നിങ്ങൾ അധികാരം അറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ്. അധികാരമുള്ളവനെ ഭൂതങ്ങൾ തിരിച്ചറിയുന്നു. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 19:15 ദുരാത്മാവ് സ്കേവയുടെ മക്കളോട് ചോദിക്കുന്നുണ്ട്, ഞാൻ യേശുവിനെയും അറിയുന്നു, ഞാൻ പൗലോസിനെയും അറിയുന്നു, നീ ആരാടാ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം പോലെ അധികാരമുള്ളവനെയാണ് സാത്താൻ അറിയുന്നത്. പ്രാർത്ഥിക്കാത്തവനെ സാത്താനും വേണ്ട, ദൈവത്തെ വിശ്വസിക്കാത്തവനെ സാത്താനും വേണ്ട. നമ്മൾ ചിലര് ചിന്തിച്ചിട്ടില്ലേ, ദൈവത്തെ വിശ്വസിക്കാതെ നടക്കുന്നവന്, ദൈവം ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്നവന് എല്ലാം ഉണ്ട്. പക്ഷെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന നമുക്ക് മാത്രമേ ഉള്ളൂ ഉള്ളതും കൂടെ നഷ്ടപ്പെടുന്ന അവസ്ഥ എന്ന് പറയുന്നവർ ഈ കൂട്ടത്തിനകത്തുണ്ടോ? അതിന്റെ കാരണം ഇത് തന്നെയാണ്. അധികാരമുള്ളവനെ സാത്താൻ തിരിച്ചറിയും. പക്ഷെ അവരുടെ വിളിയല്ല നിങ്ങളുടെ വിളി, അവരുടെ ജീവിതവുമായിരിക്കത്തില്ല നിങ്ങളുടെ ജീവിതം. ഹല്ലേലൂയ. ഭൂതങ്ങൾ അറിയുന്നത് ഒരു വ്യക്തിയുടെ സ്പിരിച്വൽ വാല്യൂ, ഒരു വ്യക്തിക്ക് അവൻ നിൽക്കുന്ന സ്പിരിച്വൽ റാങ്ക് എന്താണ് എന്ന് ഭൂതങ്ങൾ വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. 2-ാമത്തെ കാര്യം, ഒരു വ്യക്തിയുടെ പ്രാർത്ഥനാ ജീവിതം എന്താണെന്ന് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തിയുടെ വിശുദ്ധി എന്താണെന്ന് മോണിറ്റർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറ, ഇതിനെതിരെയല്ലേ ശരിക്കും യുദ്ധം നടക്കുന്നത്? നിങ്ങൾ വിശുദ്ധിയോടെ ജീവിക്കാൻ നിൽക്കുമ്പോൾ അതിന് നേരെ യുദ്ധം ഉണ്ടാവും. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ അതിന് നേരെ യുദ്ധം ഉണ്ടാവും. നിങ്ങളൊരു അധികാരത്തിലേക്ക് കയറി പ്രാർത്ഥിച്ച് ഉപവസിച്ചൊക്കെ വരുമ്പോൾ അതിന് നേരെ എന്തെങ്കിലും യുദ്ധം ഉണ്ടാവും. ഒന്നുകിൽ ഒരു കുടുംബകലഹമായിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ രോഗമായിരിക്കും, അല്ലെങ്കിൽ പിള്ളേർക്ക് വയ്യായികയായിരിക്കും. പല രീതിയിൽ നിങ്ങളുടെ മൈൻഡിനകത്ത് ഫൈറ്റ് ചെയ്ത് അതിനകത്ത് നിന്ന് നിങ്ങളെ അങ്ങ് മാറ്റിക്കളയും. അല്ലേ? തിരിച്ചറിയുക, ഇത് ഭൂതത്തിന് മേലുള്ള അധികാരം വർദ്ധിപ്പിക്കുക എന്ന ഒരു മുന്നറിയിപ്പാണ്. സ്പിരിച്വൽ റാങ്കിങ് വർദ്ധിപ്പിക്കുക എന്നൊരു മുന്നറിയിപ്പാണ്. നിങ്ങൾ തയ്യാറാണ്? നിങ്ങൾക്ക് അങ്ങനെ ഒരു ആത്മീയ വർധനവ് വേണം, നിങ്ങൾക്ക് അങ്ങനെ ഒരു അതോറിറ്റി വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, താഴെ കമന്റ് ചെയ്തേ. അതെ, അങ്ങനെ ഒരു അധികാരം എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
എന്നൊന്ന് താഴെ കമന്റ് ചെയ്തേ. കർത്താവ് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ മനസ്സ് കാണും. തീർച്ചയായിട്ടും നിങ്ങളെ ആ നിലയിൽ അധികാരമുള്ള ഒരു വ്യക്തിയാക്കി തീർക്കും. നിങ്ങളുടെ ആത്മീയ ജീവിതം വെച്ചടി കയറ്റമായി. അങ്ങനെ ഒരു അധികാരം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറ്റമായി. നീ താഴ്ച പ്രാപിക്കുകയില്ല, നീ ഉയർച്ച പ്രാപിക്കും. തീർച്ചയായിട്ടും ഈ സന്ദേശത്തിന് നിങ്ങളൊരു ലൈക്ക് കൊടുത്താട്ടെ. ഇപ്പൊ തന്നെ മറ്റുള്ളവർക്ക് എത്ര പേർക്ക് നിങ്ങൾക്ക് അയക്കാൻ പറ്റുമോ അത്രയും പേരിലേക്ക് ഈ സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്താട്ടെ. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താട്ടെ. ഈ വീഡിയോയ്ക്ക് താഴെ ഞങ്ങളുടെ ഡെയിലി മീറ്റിംഗ്സിന്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പിന്റെ ഗ്രൂപ്പ് ലിങ്ക് ആണ്. ആ ഒറ്റ ക്ലിക്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഗ്രൂപ്പിനകത്ത്, വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് ഞങ്ങളുടെ ഈ മീറ്റിങ്ങിനെ കുറിച്ചുള്ള, ഇതിനകത്ത് വരുന്ന എല്ലാ മീറ്റിംഗ്സിനെ കുറിച്ചും, താങ്ക്സ് പ്രയറുകളെ കുറിച്ചുമുള്ള, സ്പെഷ്യൽ മീറ്റിംഗ്സിനെ കുറിച്ചുമുള്ള അനൗൺസ്മെന്റുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ മിസ് ചെയ്യണ്ട. ഇപ്പൊ തന്നെ ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താട്ടെ. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ചുവടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ദയമായ കർത്താവ് നിങ്ങളെ ദൈവിക അധികാരമുള്ള ഒരു വ്യക്തിയാക്കി നിലനിർത്തുമാറാകട്ടെ. ഗോഡ് ബി വിത്ത് യു.